അത് കുറച്ച് സമയം സംസാരിച്ച് താണ്ട് റിയാൻ ഇയാൾ വലിയ ഫുട്ബോൾ ഭ്രാന്തനാണ്. ഞാനും ഫുട്ബോൾ ഭ്രാന്തനാണ്. പക്ഷേ ഇയാൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ള ആളാണ്, ഞാൻ ലയണൽ മെസ്സിയുടെ ആളാണ്. പക്ഷെ ഞങ്ങൾ വലിയ സൗഹൃദത്തിലാണ് സംസാരിച്ചത്. ഇപ്പോൾ അങ്ങോട്ട് സംസാരിക്കാനല്ല, നാട്ടുകാർക്ക് പാർട്ടിയോടും LDFിനോടും എന്ത് പറയാനുണ്ടെന്നുള്ളത് കേൾക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ കയറിയ വീട്ടിലെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളൊപ്പം ഉണ്ട്. അവരും സാക്ഷി പറയും. ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അത് കുറച്ച് സമയം സംസാരിച്ച് താണ്ട് റിയാൻ ഇയാൾ വലിയ ഫുട്ബോൾ ഭ്രാന്തനാണ്. ഞാനും ഫുട്ബോൾ ഭ്രാന്തനാണ്. പക്ഷേ ഇയാൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ള ആളാണ്, ഞാൻ ലയണൽ മെസ്സിയുടെ ആളാണ്. പക്ഷെ ഞങ്ങൾ വലിയ സൗഹൃദത്തിലാണ് സംസാരിച്ചത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. പക്ഷേ ഇപ്പം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളും പരാജയങ്ങളും LDFിനുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് എന്താണ് നാട്ടിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ നിരീക്ഷണം, വിലയിരുത്തൽ, അതറിയാനാണ് ഇവർ രണ്ടുപേരും, ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും നല്ല ഉഷാറായിട്ട് സംസാരിക്കുന്നവരാണ്. അവർ പറയുന്ന കാര്യങ്ങളാണ് കേട്ടത്. അവർ ചില വിമർശനങ്ങളും പറഞ്ഞു. ആ വിമർശനങ്ങളെല്ലാം പറഞ്ഞെങ്കിലും അവർ സർവസമ്മതമായ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, 10 വർഷം പൂർത്തിയാക്കുന്ന LDF ഗവൺമെൻറ്റിലെ ഒരു മന്ത്രിയെക്കുറിച്ചും ഒരു അഴിമതി ആരോപണവും ആർക്കും ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ്. മറ്റൊന്ന്, കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലടക്കം അയൽ സംസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് ഭരണം നടക്കുന്ന ശ്രീമതി സിദ്ധരാമയ്യയുടെ കർണാടകയിൽ ബുൾഡോസർ കൊണ്ടുപോയി വീടുകളും മറ്റും ഇടിച്ചു നിരത്തുകയും അത് വർഗീയമായ പ്രശ്നങ്ങളായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ഉത്തരേന്ത്യയിലാണെങ്കിൽ വലിയ വർഗീയ പ്രശ്നങ്ങൾ, കലാപങ്ങൾ, കുരുതികൾ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇക്കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ അത്തരത്തിലുള്ള യാതൊരു വർഗീയമായ കലാപങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യവും വ്യക്തമാണ്. എന്നാൽ ഭരണത്തിനിടയിലുള്ള പ്രശ്നങ്ങൾ, ജനങ്ങൾക്കിടയിലുള്ള ചില പരാതികൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട തരത്തിൽ കൈകാര്യം ചെയ്യാമായിരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള വിമർശനങ്ങളും, ആ വിമർശനങ്ങളെല്ലാം ഇവിടെ പറയേണ്ടതില്ല. പാർട്ടി പരിശോധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ പ്രയോജനകരമാവുന്ന വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഇവർ പറഞ്ഞു. അതിന് അവരോട് നന്ദി പറയുകയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച പ്രയോജനം ഇതുവഴി ഉണ്ടാകും എന്നാണ് ഈ ഭവന സന്ദർശനം നടത്തിയപ്പോൾ വ്യക്തമായത്. എല്ലാ കാലത്തും പാർട്ടി ചെയ്തിട്ടുള്ളതാണിത്. ഇപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ സമയം ഡൽഹിയും മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ സഞ്ചരിക്കുന്ന ആള് ഇവിടെ ഇങ്ങനെ എൻ്റേതെന്ന് പറയപ്പെടുന്ന ജില്ലയാണല്ലോ കൊല്ലം. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നിങ്ങളിവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഭവന സന്ദർശനം തുടങ്ങുമ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം, പാർട്ടിക്കും LDFിനും വളരെ സഹായകരമായ വിധത്തിലുള്ള വിമർശനങ്ങളും ഉപദേശങ്ങളും ഞങ്ങൾക്ക് തരാൻ ഈ വീടുകളിൽ ചെന്ന് ഞങ്ങളുടെ ആദരണീയരായ സുഹൃത്തുക്കൾ, പ്രദേശത്തെ ആളുകൾക്കെല്ലാം പരിചയമുള്ളവരാണ്. അവരുമായിട്ടുള്ള ഈ ആശയവിനിമയം പാർട്ടിക്കും LDFിനും വലിയൊരു മുതൽക്കൂട്ടായിട്ട് തീരും എന്നാണ് ചുരുക്കി പറയാനുള്ളത്.